നാടകീയതകൾക്കൊടുക്കം അനിശ്ചിതത്വത്തിനൊടുക്കം രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ചേരും എന്ന വാർത്തകൾ തന്നെയാണ് ഇഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇടഞ്ഞുനിന്ന രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് ഇപ്പോൾ അനുനയിപ്പിച്ചിരിക്കുന്നു. വകുപ്പിൽ തീരുമാനം വന്നിട്ടില്ല. രാവിലെ വി.ഡി. സതീശൻ കണ്ടെങ്കിലും ചെന്നിത്തല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ശേഷം ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നു. ഇപ്പോൾ നടക്കുന്ന നിർണായക UDF യോഗത്തിൽ നിന്ന് ചെന്നിത്തല വിട്ടുനിൽക്കുകയാണ്. I am going to everyone's house. I came here because I have not met him yesterday. He was not there. He went to Guruvayur. So he has come back. So it is my duty to come. I have come here. I am speaking to all the leaders. Will he be a part of cabinet? Ramesh is standing. He will tell whatever he wants to do. സമയത്ത് വ്യക്തമാക്കും. അതൊക്കെ സമയത്ത് വ്യക്തമാക്കും. കോൺഗ്രസ് മന്ത്രിമാരുടെ ലിസ്റ്റ് AICC അംഗീകരിച്ച് അത് സമയത്ത് അറിയിക്കും. സൈഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങളുമായി. സൈഫ്, എങ്ങനെ ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിലുണ്ടോ? അങ്ങനെ അദ്ദേഹം മെരുങ്ങിയെങ്കിൽ, വഴങ്ങിയെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായിട്ടുണ്ടാകണം. അക്കാര്യത്തിൽ എന്ത് സൂചനകളുണ്ട് ഇപ്പോൾ? വകുപ്പിന്റെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് എന്താണെന്ന് നേതാക്കന്മാർ പറയുന്നില്ല. പക്ഷേ ചർച്ചകൾ പോസിറ്റീവായിരുന്നു. അത് അനുകൂലമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കില്ല. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന്റെ എതിർപ്പ്, അതൃപ്തി പല തരത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ വൈകുന്നേരം നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തില്ല. കത്ത് നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്തുണ അറിയിപ്പിച്ചുകൊണ്ട് കത്ത് നൽകി അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി. ഇന്നിപ്പോ രാവിലെ വി.ഡി. സതീശൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നതാണ്. അദ്ദേഹം അതിനിടയിൽ ഒരു ബന്ധു വീട്ടിലേക്ക് പോയി. പിന്നീട് വീട്ടിൽ പോയി കണ്ടു. അപ്പോഴും അനുനയത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളില്ലായിരുന്നു. പിന്നീടാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചത്. അവിടെ അനുനയത്തിന്റെ ചില സൂചനകൾ അവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഇപ്പോ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ജോസഫ് വാഴക്കനും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലെ, അൻവർ സാദത്ത് അടക്കമുള്ളവരും വി.ഡി. സതീശനെ കണ്ടിരുന്നു. 3 തവണയാണ്, ഇന്ന് 3 തവണയാണ് അവർ കൂടിക്കാഴ്ച നടത്തിയത്. അവരോട് സംസാരിക്കുമ്പോൾ ചർച്ചകൾ പോസിറ്റീവാണ്. അദ്ദേഹം വിട്ടുനിൽക്കാൻ സാധ്യതയില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതായത് വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉണ്ടാകും. അത് ഏത് വകുപ്പുമായിട്ടാണ് വരിക എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് സ്വാഭാവികമായിട്ട് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട 3 പേരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. ആ പേരിൽ നിന്ന് 2 പേരുകൾ വെട്ടി വി.ഡി. സതീശനെ ആക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന എതിർപ്പ് പരിഗണിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട വകുപ്പ് വേണം എന്നുള്ള ആവശ്യം ഹൈക്കമാൻഡ് മുന്നിലേക്ക് വെക്കുമ്പോൾ അതിനെ തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല ഹൈക്കമാൻഡിന്. കാരണം മുതിർന്ന നേതാവാണ്, വി.ഡി. സതീശനേക്കാൾ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെ പൂർണ്ണമായി അവഗണിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ ഹൈക്കമാൻഡിന് ഉണ്ട്. അത് ഖാർഗെ ആയാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ആയാലും KC വേണുഗോപാൽ അടക്കമുള്ളവരായാലും അവർക്കെല്ലാം അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. അദ്ദേഹം മാറി നിൽക്കുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അത് പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശന് ഒരാളെ മാത്രമായിരിക്കില്ല നേരിടേണ്ടി വരുന്നത്, 2 പേരെ നേരിടേണ്ടി വരും. അത് ആ കൂട്ടത്തിൽ രമേശ് ചെന്നിത്തല കൂടി ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അനുനയിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് അനുനയത്തിന്റെ പാതയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അനുനയത്തിന്റെ പാതയിലേക്ക് ചെന്നിത്തല എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ മന്ത്രിസഭയിൽ വകുപ്പുകളുടെ കാര്യത്തിൽ ഉണ്ടാകണം. ചില വിട്ടുവീഴ്ചകളൊക്കെ നിർബന്ധമായും വി.ഡി. സതീശൻ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ആഭ്യന്തരം വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ ധനകാര്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടി വരും. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ധനകാര്യം കൂടി കൈകാര്യം ചെയ്യുമോ എന്നുള്ള ചോദ്യം വരും. ഇനിയിപ്പോൾ ധനകാര്യം വി.ഡി. സതീശന്റെ വിശ്വസ്തനായ ആർക്കെങ്കിലും പോകുമോ എന്നുള്ള കാര്യം അറിയണം. അപ്പോൾ അങ്ങനെ ചെന്നിത്തലയെ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിലും തീരുമാനമായി കാണണം. അങ്ങനെയെങ്കിൽ മൊത്തം വകുപ്പുകളുടെ കാര്യത്തിലും വലിയ ചർച്ചകൾ ഈ സമയം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ടാകണം, അല്ലേ? ബിജുട്ടാ